നമസ്കാരം. ഇത്രത്തോളം പരിശ്രമങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാകാം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ അല്ലെങ്കിൽ നിമിഷയുടെ മോചനം സാധ്യമാക്കാൻ സാധിക്കാതെ പോയത്? മറ്റന്നാൾ ജൂലൈ 16-ാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനാണ് യമൻ ഭരണകൂടം ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത്. ഇതോടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ നേഴ്സ് നിമിഷപ്രിയയുടെ കേസാണ്. യമൻ സ്വദേശിയായ തലാൽ അബ്ദുൽ മഹദിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിനാണ് നിമിഷപ്രിയയ്ക്ക് യമൻ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന ആവശ്യം വിവിധ സംഘടനകളും പ്രതിപക്ഷ നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് നിമിഷപ്രിയയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ എന്താണെന്നും എന്ത് സാഹചര്യത്തിലാണ് യമൻ കോടതി ഈ വധശിക്ഷ അത് വിധിച്ചതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ ടോമി തോമസ് 2008 മുതലാണ് യമനിൽ നേഴ്സായിട്ട് ജോലി ചെയ്തു വരുന്നത്. 2011 നിമിഷ കേരളത്തിലേക്ക് തിരികെ വരികയും ടോമി തോമസിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹശേഷം ഭർത്താവിനൊപ്പം നിമിഷപ്രിയ യമനിലേക്ക് മടങ്ങിയെങ്കിലും 2014 യമനിലെ ആഭ്യന്തര യുദ്ധം രൂക്ഷമായതിനെ തുടർന്ന് ഭർത്താവ് ടോമി തോമസ് മകളോടൊപ്പം കേരളത്തിലേക്ക് മടങ്ങി. എന്നാൽ നിമിഷ യമനിൽ തന്നെ തുടർന്നു. 2015 നിമിഷപ്രിയ സർക്കാർ ആശുപത്രിയിലെ ജോലി ഉപേക്ഷിച്ച് തലാൽ അബ്ദുൽ മഹദി എന്ന പ്രാദേശിക വ്യവസായിയെ വിവാഹം കഴിക്കുകയും അദ്ദേഹവുമായിട്ട് ചേർന്ന് സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുകയും ചെയ്തു. യമൻ കോടതിയിലെ രേഖകൾ പ്രകാരം 2017 ജൂലൈ മാസത്തിൽ നിമിഷപ്രിയ തലാൽ അബ്ദുൽ മഹദിക്ക് മയക്കുമരുന്ന് നൽകി കൊലപ്പെടുത്തുകയും തുടർന്ന് മറ്റൊരു നേഴ്സിന്റെ സഹായത്തോടു കൂടി മൃതദേഹം കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി ഒരു ഭൂഗർഭ ടാങ്കിനുള്ളിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. മഹദിയുടെ കൊലപാതകം പുറത്തെറിഞ്ഞതിനെ തുടർന്ന് നിമിഷപ്രിയ അറസ്റ്റിലായി. സനയിലെ വിചാരണ കോടതിയിൽ ഒരു ഘട്ടത്തിൽ നിമിഷപ്രിയ കൊലപാതകം സമ്മതിച്ചിരുന്നു. തുടർന്ന് സനയിലെ വിചാരണ കോടതി നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ വിധിക്കെതിരെ നിമിഷ യമനിലെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും സുപ്രീം കോടതിയും അവരുടെ അപ്പീൽ തള്ളിക്കൊണ്ട് വധശിക്ഷ ശരിവെക്കുകയായിരുന്നു. അതിനുശേഷം നിമിഷ യമൻ പ്രസിഡന്റിന് ദയാഹർജി നൽകിയെങ്കിലും പ്രസിഡന്റും മാപ്പ് നൽകാൻ തയ്യാറായില്ല. അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മെഹദിയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാനും ഇതുവരെ തയ്യാറായിട്ടില്ല. നിമിഷപ്രിയയെ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ നിയമപരമായിട്ടുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും അവരുടെ കുറ്റകൃത്യം അത്ര ഗുരുതരമായതിനാൽ തന്നെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്നു. യമനിലെ നിയമവ്യവസ്ഥ, അത് പ്രത്യേകിച്ചും ശരീഅത്ത് നിയമം ഇത്തരം കേസുകളിൽ വളരെ കർശനമാണ്. ശരീഅത്ത് നിയമപ്രകാരം കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് പ്രതിക്ക് മാപ്പ് നൽകാനും പകരം ബ്ലഡ് മണി അഥവാ ദിയാധനം സ്വീകരിക്കുവാനും അവകാശമുണ്ട്. എന്നാൽ മെഹദിയുടെ കുടുംബം അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ മുന്നിൽ മറ്റു വഴികളൊന്നും അവശേഷിക്കുന്നില്ല. ഈ കേസിൽ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള സനയിലാണ് നിമിഷപ്രിയയുടെ വിചാരണ നടന്നതെങ്കിലും ഇന്ത്യക്ക് ഹൂതികളുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം ഇല്ലാത്തതും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. എങ്കിലും നിമിഷയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. രക്തപ്പണം നൽകി അവരെ രക്ഷിക്കാൻ ഒരു ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ജൂലൈ 16-ന് വധശിക്ഷ നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉന്നതതല ഇടപെടലുകൾക്കായിട്ട് നിമിഷയുടെ കുടുംബവും ആക്ഷൻ കൗൺസിലും നിരന്തരം ഇപ്പോൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയ ഒരു ഇന്ത്യൻ പൗരയാണ് എന്നതുകൊണ്ട് മാത്രം യമനിൽ ചെയ്ത ഈ കൊടും കുറ്റത്തിന് അവരെ എങ്ങനെയാണ് വെറുതെ വിടാനായിട്ട് സാധിക്കുക? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിമിഷപ്രിയയെ കുറ്റവിമുക്തയാക്കാനുള്ള ശ്രമങ്ങൾ അത് എത്രത്തോളം ന്യായീകരിക്കപ്പെടാവുന്നതാണ് എന്ന ചോദ്യവും സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു മനുഷ്യജീവനെ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ വഴികളും തേടുന്നത് മാനുഷികമായിട്ടുള്ള ഒരു കടമയാണ് എന്നതും നയതന്ത്രപരമായിട്ടുള്ള എല്ലാ സാധ്യതകളും ഇതിനെ ഉപയോഗിക്കണമെന്നുമാണ് പലരുടെയും അഭിപ്രായം. പ്രത്യേകിച്ചും നിമിഷപ്രിയ തലാൽ മെഹദിയിൽ നിന്ന് ലൈംഗികവും അതോടൊപ്പം തന്നെ സാമ്പത്തികവുമായ പീഡനങ്ങൾ നേരിട്ടുവെന്നും പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ തലാൽ പിടിച്ചെടുത്തിരുന്നുവെന്നും അതുകൊണ്ടാണ് ഈ കൊലപാതകം നടന്നതെന്നുമാണ് നിമിഷപ്രിയയുടെ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചത്. എന്നാൽ യമനീസ് കോടതി ഈ വാദങ്ങളെ ഒന്നും അംഗീകരിച്ചിട്ടില്ല. ഈ വാദങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അത്രത്തോളം സങ്കീർണമാണ് ഈ കേസ് എന്നതാണ് സാഹചര്യം. അതായത് മറ്റു രാജ്യങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള പരിമിതികളുമുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുമുണ്ട്. കാരണം യമൻ്റെ നിയമവ്യവസ്ഥ അത്രത്തോളം സങ്കീർണമാണ്. അവിടെ ഈ നിമിഷയ്ക്ക് ഒരു മോചനം സാധ്യമാകണം, അല്ലെങ്കിൽ ഈ വധശിക്ഷ നടപ്പാക്കാതെ വിടണം എന്നുണ്ടെങ്കിൽ അത് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം ആ വിഷയം അംഗീകരിക്കണം. അവർ ഈ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് നിമിഷയ്ക്ക് മാപ്പ് നൽകണം. പക്ഷേ ആ കുടുംബം ഇതുവരെ അതിന് തയ്യാറാകാത്തതും അതോടൊപ്പം തന്നെ
നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ നിമിഷയ്ക്ക് സാധിക്കാതെ പോയതുമാണ് ഇപ്പോൾ ഈ മോചനം സാധ്യമാകാതെ പോകാനായിട്ട് കാരണമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വധശിക്ഷ നടപ്പാക്കുന്നതിൽ നിന്ന് ഈ നിമിഷം വരെ അതിനൊരു തടയിടാൻ സാധിക്കാതെ പോയത്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. എന്ത് സംഭവിക്കും എന്നത് തീർച്ചയായിട്ടും വരും മണിക്കൂറുകളിലെ അപ്ഡേറ്റുകൾ കണ്ടറിയണം. വലിയ ആശങ്കയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കരുത് എന്ന് നാടൊന്നാകെ ഇപ്പോൾ ഒരേ പ്രാർത്ഥനയിലാണ്. എന്തായാലും അവസാന നിമിഷം നടക്കുന്ന ഈ ചർച്ചകളിൽ എന്തെങ്കിലും തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് വളരെ പ്രതീക്ഷയോടെ തന്നെ നമുക്ക് കാത്തിരിക്കാം.